രണ്ട് ടൈം സ്റ്റാമ്പ് ആടാ. അത് കഴിഞ്ഞ് ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്തില്ലേ? ശരിയാ. അപ്പൊ ഇതിന്റെ ഞാൻ അത് അത് കണ്ടോ കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട്സ് വന്നിരിക്കുന്നത് കണ്ടോ? ഇത് സ്ക്രീൻഷോട്ട്സ് ആണോ? Yes. ഇത് വെറുതെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയോ? ഡബിൾ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇങ്ങനെയാണ് ഇവിടെ വെച്ചിട്ടാണ് ഫെയിലിയർ പറ്റിയത്. ഇപ്പോ ഇത് റൺ ചെയ്തില്ലേ? റൺ ചെയ്തപ്പോ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഫെയിലിയർ ഉണ്ടായിരുന്നു. അക്ഷയ് ചോദിച്ചില്ലായിരുന്നു നമുക്ക് എവിടെ റിപ്പോർട്ട്സിൽ എവിടെയാണ് കാണാൻ പറ്റുവാന്ന്? കാണാൻ പറ്റുകയാണ്. ഇത് ഇങ്ങനെ കാണാം. ആ റിപ്പോർട്ട് HTML ഓപ്പൺ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ? അവിടെ സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന കണ്ടോ സ്ക്രീൻഷോട്ട്? ഇതിവിടെ സൈഡിലാണല്ലേ അറ്റാച്ച് ചെയ്യുന്നത്. ഞാൻ ഒന്ന് രണ്ട് റിപ്പോർട്ട്സിൽ ശരിക്കും നമ്മുടെ ആ ഫെയില് വന്നതേ ഇവിടെ തന്നെ ആ ബോഡിയിൽ തന്നെ വരും. ഓക്കെ, അത് നമുക്ക് പല രീതിയിൽ അറ്റാച്ച് ചെയ്യാം. ഇതിന്റെ HTML റിപ്പോർട്ടിന്റെ ടെംപ്ലേറ്റ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. ഓക്കെ. ആക്ച്വലി ഇത് ഇന്നലെ എനിക്കൊരു ടാസ്ക് തന്നിരുന്നല്ലോ, അതിന്റെ റിപ്പോർട്ട് ജനറേറ്റ് അയക്കുന്നത്. അപ്പൊ ഇതായിരിക്കും റിപ്പോർട്ട്. ഞാൻ വിചാരിച്ചു എന്താ ഇങ്ങനെ. ഓക്കെ. ഇനി ഞാൻ തരുന്ന കമാൻഡ് ഒന്ന് ടെർമിനലിൽ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോഴും ഇങ്ങനെ വരിക കേട്ടോ. ടെസ്റ്റ് ആർ സ്റ്റിൽ റണ്ണിങ്. എനിക്ക് തോന്നുന്നു അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഡസന്റ് മാറ്റർ. ഞാൻ തരുന്ന ഈ കമാൻഡ് ഒന്ന് കൊടുത്ത ടെർമിനലില് എല്ലാവരും കൊടുക്കണേ. കൺട്രോൾ സി അടിച്ചേ. കൺട്രോൾ സി കോപ്പി ചെയ്തിട്ട് അല്ല, അവിടെ ടെർമിനലിൽ വന്നിട്ട് കൺട്രോൾ സി അടിക്കണം. പറഞ്ഞുതരാം എന്തിനാന്ന് പറഞ്ഞുതരാം. കൺട്രോൾ സി അവിടെ അടിച്ചേ. ഓക്കെ, ടെർമിനേറ്റ് ആയില്ലേ? ഇനി ക്ലിയർ ചെയ്യും. ഇത് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്തേ. ക്ലിയർ എന്ന് കൊടുക്ക്. ജസ്റ്റ് ക്ലിയർ. ഇനി ഞാനിപ്പോ എന്താ പറ്റിയ? കൺട്രോൾ സി ചെയ്യുമ്പോ ഫോഴ്സ്ഡ് ടെർമിനേഷൻ ആണ് കൺട്രോൾ സി. ഇനി നമ്മൾ അതിൽ വേറൊരു ടൈപ്പ് ഓഫ് റിപ്പോർട്ടും കൂടെ കൊടുത്തിരുന്നല്ലേ, അല്ലൂർ റിപ്പോർട്ട്സ്. അല്ലൂർ റിപ്പോർട്ട്സിനെ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഒരു 3 സ്റ്റെപ്സ് ഫോളോ ചെയ്യാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, മാനുവലി ക്രിയേറ്റീവ് അല്ല ചെയ്യുന്നത്. പകരം നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട്, അതായത് allure dir ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കമാൻഡ് ഒന്ന് കൊടുത്തേടാ. pytest allure dir ഈക്വൽസ് സ്പേസ് ഹൈഫൺ ആണോ അതോ? ആ കമാൻഡ് അങ്ങനെ തന്നെ എടുത്തോ. എന്റർ അടിക്കട്ടെ. എന്റർ അടിച്ചു. എറർ കാണിക്കുന്നുണ്ടല്ലോ. എന്റർ അടിച്ചേ. എനിക്ക് കളക്ടഡ് 16 ഐറ്റംസ്. കളക്ടഡ് 16 ഐറ്റംസ്. അക്ഷയ് ഷെയർ ചെയ്ത സ്ക്രീന്. അതൊന്ന് എക്സിക്യൂട്ട് ആവട്ടെ കേട്ടോ. ടെസ്റ്റ് ലോഗിനിൽ എറർ കാണിക്കുന്നുണ്ടല്ലോ. അവിടെ ലൈൻ നമ്പർ 9 കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു അറിയാതെ. അതാ ലൈൻ നമ്പർ 9 അത് റിമൂവ് ചെയ്യും. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. യെസ്, ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോ തന്നെ കണ്ടോ അല്ലു റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ പൈച്ചാമിൽ ക്രിയേറ്റ് ആയി വന്ന് കണ്ടോ? അല്ലു -results. എക്സിക്യൂട്ട് ആവട്ടെ, എല്ലാം എക്സിക്യൂട്ട് ആയിക്കോട്ടെ.
ക്ലോസ് ചെയ്ത് വിട്ടോളൂ കേട്ടോ വരുന്ന പേജസിനെ എല്ലാം, കംപ്ലീറ്റ് ആയ പേജസിനെ. ആ ഓക്കെ. അല്ലൂർ റിസൾട്ട്സ് അല്ല കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ. ഇതാണോ അല്ലൂർ റിസൾട്ട്സ് എന്ന് എന്താ ആക്ച്വലി വരുന്നത്? അല്ലൂർ റിസൾട്ട്സിനെ ഫോൾഡർ ക്രിയേറ്റ് ആയില്ലേടാ അവിടെ? ഇങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? എക്സിക്യൂട്ട് ആയി കഴിയട്ടെ എല്ലാം. എല്ലാം എക്സിക്യൂട്ട് ആയി. എല്ലാം എക്സിക്യൂട്ട് ആയി അല്ലേ? 1 സെക്കൻഡ്, എല്ലാവരും എക്സിക്യൂട്ട് ആയി തീരട്ടെ. ഇതൊക്കെ ക്ലോസ് ചെയ്യട്ടെ ഈ ടാബ്സ് ഒക്കെ. ടാബ്സ് ക്ലോസ് ചെയ്തു. ഹലോ കംപ്ലീറ്റ് ആയി. ഞാൻ ഐശ്വര്യോട് ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് ഇന്റർണൽ ഡെമോ ആയിരുന്നു. അയ്യോ ഇല്ല, പറ്റൂല. എനിക്ക് 9 ഇവിടെ എത്തണ്ടേ. 9 പൈത്തൻസലീനിയം ഇല്ലേ? 9 പൈത്തൻസലീനിയം 10 ഓഫ്ലൈൻ. അപ്പൊ എനിക്ക് എത്താൻ പറ്റുന്ന സമയത്തിന് എന്നിട്ട് 7:30 ആയാലും എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ബാച്ച് തീർന്നിട്ട് ഇടാൻ പറഞ്ഞേ. 7:30 AM 7:30 PM 7:30 AM ആയാലും എനിക്ക് എത്തില്ല. ഇവിടേക്ക് ടൈമിന് എത്തണ്ടേ. എനിക്ക് 8:30 ബസ്സുള്ളൂ. അപ്പൊ എനിക്ക് 9 ഇല്ലായിരുന്നു. ഞാൻ എടുത്തപ്പോ 9:30 ആവുമായിരുന്നു. എനിക്ക് 8:30 ബസ്സുള്ളൂ. പിന്നെ വണ്ടിയില്ല. 7:30 എത്തൂലല്ലോ. ഞാൻ ബസ്സിന് എത്തൂലല്ലോ. 7 to 8 എനിക്ക് 8:05 ഇറങ്ങിയത് ബസ് സ്റ്റോപ്പിലേക്ക് എത്തുള്ളൂ. അതിനോണ്ടാ ഞാൻ മോർണിംഗ് ബാച്ച് ഇട്ടാലും പറ്റൂലെന്ന് ഞാൻ പറഞ്ഞേ. ഈ 9 തീരുന്നവരേക്കും ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു വൺ വീക്കും കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ 7 to 8 അത് കഴിഞ്ഞ് 9 to 10 പിന്നെ അത് എടുത്തിട്ട് വീട്ടിൽ നിന്ന് വരേണ്ടി വരും. ഈ വീക്കിൽ തീരും. 10 അവരുടെ തീരാനായി തുടങ്ങിയിട്ടുണ്ട്. 11 ബാച്ചില്ലേ വേറെ? കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ എത്തൂല. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരേണ്ടി വരും. സെഷനില്ല, ഞാൻ പറയാം. ഓക്കെ, എക്സിക്യൂട്ട് ആയി കഴിഞ്ഞോ എല്ലാവരുടെയും? ഗോപിക അത് കൺട്രോൾ C അടിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തേടാ. ഗോപിയുടെ കൂടെ ടൈം എടുക്കുന്നുണ്ട്. കൺട്രോൾ C അടിച്ചോ. എഡ്ജിന്റെ ഇഷ്യൂ കൊണ്ട് വരുന്നതാ. കൺട്രോൾ C അടിച്ചോ ഗോപിക. അക്ഷരയുടെ കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയതാണേ. ഓക്കെ, ഞാൻ തരുന്ന നെക്സ്റ്റ് കമാൻഡ് കൊടുക്കാം. ഈ 3 കമാൻഡ്സ് ഫിക്സഡ് ആണ്. ഈ 3 കമാൻഡ്സ് ആണ് നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുക്കുക. ഇത് നോട്ട്സ് ആയിട്ട് ഇത് ഇത്രേ ഉള്ളൂ. ഈ 3 കമാൻഡ്സ് നോട്ട് ചെയ്യാനേ ഉള്ളൂ അല്ലൂർ റിപ്പോർട്ട്സിനെ നോട്ട് ചെയ്യാൻ വേറെ തരാം. എന്റെ നോട്ട്സ് ആയിട്ട് എന്റെ കയ്യിലില്ല. ഒന്ന് പൈച്ചാമ്പിൽ എക്സിക്യൂട്ട് ചെയ്തേടാ. ഇതല്ലേ അല്ലൂർ ടെർമിനൽ അല്ലേ? ടെർമിനൽ. അത് എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് സ്ലോ ആയോണ്ടേ എന്താ പറ്റിയല്ലോ. അല്ലൂർ ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യടാ. കിട്ടി. അല്ലൂർ ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നാ വരുന്നേ.
കോൺഫ് ടെസ്റ്റിൽ എന്തെങ്കിലും കോൺഫ് ടെസ്റ്റിലെ പ്രശ്നമല്ല അത്. ഉം. ഉം. കമാൻഡ് തരാം കേട്ടോ, എടുക്കുവാണേ. ഓക്കെ, ടൈപ്പ് ചെയ്യടാ. pip install allure-pytest. Again, Allure is not recognized as the name of the CMD directory. ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ആവുന്നില്ല. പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തു. ഓക്കെ, എങ്കിൽ ഞാൻ പറയുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക കേട്ടോ. Allure സെർവ് ചെയ്യണ്ട. Allure ജനറേറ്റ് ചെയ്തു നോക്കിക്കേ. സ്റ്റിൽ സെയിം എറർ ആണ്. ക്ലീൻ വരെ ക്ലീൻ വരെ എടുത്തോ. സെയിം ആണ്. സെയിം ആണ്. നോട്ട് റെക്കഗ്നൈസ്ഡ്. ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഉം. എന്താ ഇഷ്യൂ ഞാൻ നോക്കട്ടെ ഒന്ന്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. Allure റിപ്പോർട്ട്സിൻ്റെത് അത് നിങ്ങൾക്ക് ആക്ച്വലി ആഡ് ഓൺ ആയിട്ട് തന്നതാണ്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാവേ. ഈ കോഡ് എന്തിനായിരുന്നു പ്രോംപ്റ്റ്? ഈ പ്രോംപ്റ്റ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ Allure റിപ്പോർട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. റിപ്പോർട്ട്സ് ഇപ്പോൾ റിപ്പോർട്ട് ഒരു എന്താ പറയാ കുറെ പിക്ചോറിയൽ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതിനെ ഇനി നമ്മൾക്കൊരു എന്താ പറയാ പ്രോപ്പർ റിപ്പോർട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ സെർവും ജനറേറ്റും യൂസ് ചെയ്യുന്നത്. അതായത് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലാ? അതെ. ഓക്കെ, ഇതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെ ഏതായിരുന്നു? ഇവിടെ കുറെ കാണുന്നില്ലേ? ഇത് കുറച്ച് ഒബ്ജക്ട്സ് ആയിട്ടാണ് നിങ്ങൾക്ക് സേവ് ആയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പോർട്ട് ഫോർമാറ്റിൽ വന്നില്ലല്ലോ. അതായത് കുറെ ഒബ്ജക്ട്സ് Allure ഒബ്ജക്ട്സ് ആയിട്ടാണ് ഇപ്പൊ കറന്റ്ലി ഡയറക്ടറിയിൽ കിടക്കുന്നത്. ഐഡീസ് ഒക്കെ കാണുന്നുണ്ട്. യെസ്, അത് ഞാൻ പറഞ്ഞുതരാം. എന്താ ഇഷ്യൂ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. Allureന്റെ ഓക്കെ, റിപ്പോർട്ട് ജനറേഷൻ നമുക്ക് നാളെ നോക്കാം. നമുക്ക് ഇന്ന് വേറൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അതിന്റെ ഇഷ്യൂ എന്താണെന്ന് നോക്കി റിസോൾവ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിനി എടുക്കാനുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ പേജ് ഫാക്ടറി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. ഓക്കെ,
നമ്മളുടെ ലോഗിൻ പേജ് എടുത്ത എല്ലാവരും മാനുവലിയോ? മാനുവലി. യെസ്. യൂസർ നെയിം പാസ്വേഡ് കൊടുക്കട്ടെ. ഇത് ലോഗിൻ ചെയ്യണ്ടേ ഇല്ല? യെസ് വേണം. എടുത്തു. ഓക്കെ. ഇതിലല്ല, വർക്ക് സ്പേസിൽ എടുക്കൂ, പൈച്ചാമിൽ എടുക്കൂ. ഇതാ ടെസ്റ്റ് ലോഗിൻ അല്ലേ? അതെ. ടെസ്റ്റ് ലോഗിൻ അല്ലടാ, ലോഗിൻ പേജ്. എക്സിക്യൂട്ട് ചെയ്യണ്ട, അക്ഷയ് എക്സിക്യൂട്ട് ചെയ്യണ്ട, ക്ലോസ് ചെയ്യൂ. ലോഗിൻ പേജ് ആണോ ടെസ്റ്റ് ലോഗിൻ ആണോ എടുക്കേണ്ടത്? ലോഗിൻ പേജ് എടുക്കടാ. അതൊരു 3 ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നതല്ലേ? 4 ഫംഗ്ഷൻ, ഒരെണ്ണം. യെസ്. ഓക്കെ. വാലിഡ് ലോഗിൻ അല്ല, അക്ഷര അതല്ല. എന്റെ യൂസർ നെയിം, എന്റെ പാസ്വേഡ്, സൈൻ ഇൻ എഴുതിയിട്ടുള്ള പേജ് അതന്നെ. ഇതല്ലേ ടെസ്റ്റ് ലോഗിൻ അല്ലേ? ലോഗിൻ പേജ് എടുക്കൂ. ടെസ്റ്റ് അല്ല, ലോഗിൻ പേജ്. ഇവിടെ ഞാൻ ക്രോസ് ബ്രൗസർ മാറ്റിട്ട് മറ്റേ ഇത് കൊടുക്കട്ടെ. ബ്രൗസർ ഇൻസ്റ്റൻസ്. ഓക്കെ. ഇനി അവിടെ പേജ് ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യൂ, ബേസ് പേജ് ഡോട്ട് പി വൈ. പേജസില് ബേസ് പേജ് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. അതെവിടെ ക്രിയേറ്റ് ചെയ്യണ്ടേ? പേജസിലടാ. അല്ല, ഞാൻ ചോദിക്കണേ, ഫയൽസിൽ വന്നിട്ടാണോ ഈ ഫോൾഡർ? ഈ പേജസ് പാക്കേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബേസ് പേജ് എന്നിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ക്ലാസ് ബേസ്. ഞാൻ ചാറ്റിൽ കോഡ് ഇട്ടിട്ടുണ്ടടാ, കോഡ് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തു അവിടെ. അതെ. ഓക്കെ. ബേസ് പേജ് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് ക്രിയേറ്റ് ചെയ്യണ്ട, ഞാൻ കോഡ് ആയിട്ടും തന്നിട്ടുണ്ട്, ആ കോഡ് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തോളൂ. ടെസ്റ്റിലല്ലേ ക്രിയേറ്റ് ചെയ്യണ്ട? ടെസ്റ്റിലല്ലടാ, പേജ്. എനിക്ക് തോന്നുന്നു ആ ടോപ്പിക് എടുക്കുമ്പം അക്ഷയ് അന്നായിരുന്നു അടുത്ത നിരഞ്ജൻ. അല്ല, പേജ് ഒബ്ജക്ട് മോഡൽ അവൻ ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. എടാ പേജസ് എടുക്കടാ. പുതിയ ഫോൾഡർ അതിൽ കാണുന്നില്ല, പേജസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുമ്പോ അക്ഷയ് ഏതോ ഒരു ദിവസം വന്നില്ലല്ലോ. അത് ഈ ടോപ്പിക് എടുക്കുമ്പോഴാന്ന് തോന്നുന്നു. ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇതില്. ടെസ്റ്റ് ലോഗിൻ ചെയ്തിട്ടില്ല, പേജ് ഒബ്ജക്ട് മോഡൽ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ചെയ്തിട്ടില്ല. ഞാനത് ഫോണിലായിരുന്നു ഞാൻ കണ്ടത്, യൂട്യൂബ്. ഓക്കെ. അത് ചെയ്യണം കേട്ടോ. ആ പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ ആക്ച്വലി. ആണോ? ഞാനിപ്പോ അല്ലാതെ ഇപ്പൊ ചെയ്ത് വെക്കാൻ പറ്റുമോ? അല്ലാണ്ട് ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റത്തില്ലടാ.
ആ പേജ് ഒബ്ജക്ട് മോഡൽ കംപ്ലീറ്റ് ആവണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ സെഷൻ ഒന്ന് നോക്കുവോ, എന്നിട്ട് ആ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ആ ഓക്കെ. ഓക്കെ, ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോ അക്ഷയ്. ഓക്കെ, അത് വേണ്ട. ഇമ്പോർട്ട് ഈസി റിമൂവ് ചെയ്തോളൂ. ഇമ്പോർട്ട് ഈസി ഇപ്പൊ വേണ്ട, ഇമ്പോർട്ട് ഈസി വേണ്ട. വേണ്ട, റിമൂവ് ചെയ്യും. ഈസി ഞാൻ ഇത് എടുക്കാൻ കമന്റ് ഔട്ട് പോകുന്നത്, ചെയ്യണോ? അത് കമന്റ് ഔട്ട് ചെയ്തോ. ഇതുപോലെ താഴെ വന്ന് ആ എറർ കാണിക്കുന്ന കമന്റ്സ് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്ക്. ഇതില് വെബ് ഡ്രൈവർ പേജ് ആ രണ്ട് വെയിറ്റ് ഫോർ വിസിബിലിറ്റി കമന്റ് ചെയ്തോ. വെയിറ്റ് ഫോർ വിസിബിലിറ്റി രണ്ട് റിമൂവ് ചെയ്തോ. ഈ ലൈൻ ഫുള്ള് ആ ഈ വെബ് ഡ്രൈവർ വെയിറ്റ് മറ്റേതും കമന്റ് ചെയ്തോടാ, ആ ക്ലിക്കും കമന്റ് ചെയ്. അത് നിങ്ങൾക്ക് എടുക്കാൻ ഈ രണ്ട് പോകുന്ന ഡെഫിനിഷൻസ് രണ്ട് കമന്റ് ചെയ്യട്ടെ. ഡെഫിനിഷൻസ് കമന്റ് ചെയ്തു. ഒരു മിനിറ്റ്, ഇതിൽ ഏതൊക്കെയായിരുന്നു? വെയിറ്റ് ഫോർ വിസിബിലിറ്റി തൊട്ട് കമന്റ് ചെയ്യടാ. ഓക്കെ, വെയിറ്റ് ഫോർ വിസിബിലിറ്റി തൊട്ട് കമന്റ് ചെയ്യണം. ഞാൻ മൊത്തം ക്ലിക്കും വേണ്ട, ക്ലിക്കും വേണ്ട. ഫൈൻഡ് കൊടുത്തില്ലേ? ഓക്കെ. ഇതില് വെബ് ഡ്രൈവർ വെയിറ്റ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ട് ചെയ്യട്ടെ. വെബ് ഡ്രൈവർ വെയിറ്റ് ഇമ്പോർട്ട് ചെയ്യണം. യെസ്, ഇമ്പോർട്ട് സെലീനിയം വെബ് ഡ്രൈവർ ഡോട്ട് സപ്പോർട്ട് വെയിറ്റ് വെബ് ഡ്രൈവറെ. അതെ, അതന്നെ, അതവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ലോഗിൻ പേജിലേക്ക് വന്നേ. ലോഗിൻ പേജ്, ഓക്കെ, ടെസ്റ്റ് ലോഗിൻ അല്ലല്ലോ, ലോഗിൻ പേജ്. ലോഗിൻ പേജിലേക്ക് വരും. ലോഗിൻ പേജ് ബേസ് പേജിന് എക്സ്റ്റെൻഡ് ചെയ്തേ. അപ്പൊ എന്ത് ചെയ്യണം? ഇൻഹെറിറ്റ് ചെയ്യണോ? അല്ല, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ പോരെ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യല്ല, എങ്ങനെയാ? ബേസ് പേജിനെ ബ്രാക്കറ്റ്സിൽ കൊടുക്കുക ലോഗിൻ പേജിന്റെ. ഇൻഹെറിറ്റ് ചെയ്യല്ലേ? ബേസ് പേജിൽ ഒന്നും ചെയ്യരുത്. ബേസ് പേജ് എടുത്തേ, ബേസ് പേജിന്റെ ബ്രാക്കറ്റ്സ് എടുത്ത് കളഞ്ഞേ. എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തതെന്ന് നമ്മള് മറന്നുപോയാ? ബേസ് പേജിന്റെ ഈ ബ്രാക്കറ്റിൽ ലോഗിൻ പേജ് വിളിക്കല്ലേ? ഏതാ ചൈൽഡ് ക്ലാസ്? ഇവിടെ ലോഗിൻ പേജ് ആണ് ചൈൽഡ് ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ, മറന്നുപോയി. അപ്പൊ ഈ ലോഗിൻ പേജ് അല്ല നിരഞ്ജന, നമ്മള് പാരന്റ് ക്ലാസ്സിന്ന് നമ്മള് ചൈൽഡിനെ വിളിക്കല്ലേ? ചൈൽഡിൽ നിന്ന് പാരന്റ് അല്ലേടാ വിളിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് ലോഗിൻ പേജ് ബ്രാക്കറ്റ് ബേസ് പേജ് അല്ലേ? യെസ്, അല്ലേ? അതെ. ബേസ് പേജിലെ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്തില്ലേ? റിമൂവ് ചെയ്തു. ഈ ലോഗിൻ പേജിലേക്ക് വരാം. ഇതിനെ ഇമ്പോർട്ട് ചെയ്യണ്ടേ? ബേസ് പേജിനെ ഇമ്പോർട്ട് ചെയ്യണം. യെസ്, ബേസ് പേജിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ബേസ് പേജിലേക്ക് പോണോ? ബേസ് പേജിലേക്ക് പോകണ്ട, ഇതിൽ നിന്നാ മതി. ഇനി ഡെഫ് ഇനിറ്റ് സെൽഫ് ഡോട്ട് ഡ്രൈവർ കഴിഞ്ഞ് ടൈപ്പ് ചെയ്യൂ. ഡെഫ് ഇനിറ്റ് കഴിഞ്ഞിട്ട് ലൈൻ നമ്പർ 7 കഴിഞ്ഞിട്ട് ഗോപികയുടെ കേസില് കിട്ടിയായിരുന്നോ? ഇനിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിൽ സെൽഫ് ഡോട്ട് ഡ്രൈവറിന്റെ മുകളിലായിട്ട് ടൈപ്പ് ചെയ്യൂ സൂപ്പർ ഡോട്ട് സൂപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇടാം. dot underscore init of driver. Yes. ഇത് സൂപ്പർ ഓക്കെ. സൂപ്പർ കീവേഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യണ്ടായിരുന്നേ? മറന്നുപോയി നിരഞ്ജന. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് പാരന്റ് ക്ലാസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ ആക്സസ് ചെയ്യാനാണ് സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബേസ് പേജ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനും എഴുതിയിട്ടുണ്ട് ഇല്ലേ? എനിക്ക് വേണ്ടത് അവിടെ ഫൈൻഡ് എന്ന ഫംഗ്ഷനെയാണ്. ഇതിന് ഇവിടെ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഇതിലൊരു ഏതെങ്കിലും എലമെന്റ് എടുക്കൂ.
യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ്. യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ പേജ് ക്ലാസ്സിൽ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ തവണയും ഇതേ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കും അല്ലേ? അതിന് പകരം ലേസി ലോഡ് എന്ന് പറയും, അല്ലെങ്കിൽ ലേസി ലോഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു പേജ് ഫാക്ടറി ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലേസി ലോഡിംഗ് എന്ന് പറയുന്നത്. പേജ് ഫാക്ടറി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ ഒറ്റ തവണയെ നമ്മുടെ എലമെന്റിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ, എലമെന്റിനെ ഫൈൻഡ് ചെയ്യുന്ന ഒറ്റ തവണയെ ചെയ്യത്തുള്ളൂ. ആൻഡ് നമ്മുടെ ലോഗിൻ പേജിൽ എത്ര തവണ വേണമെങ്കിലും അതിനെ റീയൂസ് ചെയ്യാം. ക്ലിയർ ആണോ? എനിക്കത് അത്രയും ക്ലിയർ ആയില്ല, മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാം. അതായത് ലെറ്റ്സ് സേ ഇപ്പൊ ലോഗിൻ പേജിൽ എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് എടുക്കാം നമുക്ക്. ഓക്കെ, ഈ യൂസർ നെയിം വാല്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിന്, അതായത് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ്പാത്ത്, ഈ വാല്യൂ ഉണ്ടല്ലോ, അതെ, ഈ ലൊക്കേറ്ററിനെ തന്നെ നിങ്ങൾ പല തവണ എഴുതും അല്ലേ? നിങ്ങൾക്ക് ഈ യൂസർ നെയിമിനെ തന്നെ പലതവണ യൂസ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പലതവണ നിങ്ങൾ ഇതേ കോഡിനെ തന്നെ റിപ്പീറ്റഡ്ലി എഴുതിക്കൊണ്ടിരിക്കും അല്ലേ? അല്ല അത് ശരിക്കും തന്നെ നമ്മൾ ഒരിടത്ത് ഓക്കെ, ഇതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും വിളിക്കാം. ശരിയാ അല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമല്ല ഇത് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതെ അതെ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം, ലെറ്റ്സ് സേ എനിക്ക് റീഡ് യൂസർ നെയിം എന്ന് വേണ്ടി നെക്സ്റ്റ് ഒരു ഇത് എഴുതിയെന്ന് വിചാരിച്ചോളൂ. റീഡ് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഗെയിൻ ഞാനൊരു ഫംഗ്ഷൻ, എനിക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അവിടെ എനിക്ക് വേണ്ടത് യൂസർ നെയിം എന്ന സെയിം ഫീൽഡ് ആണ്. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോ ഞാൻ എഗെയിൻ എന്ത് ചെയ്യും? ഇതേ സെയിം എക്സ്പാത്തിനെ തന്നെ വീണ്ടും ഞാൻ കൊണ്ടുപോയി എഴുതത്തില്ലേ? അത് ആക്ച്വലി സ്പീക്കിംഗ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് കോഡ് ആണ് അല്ലേ? അപ്പൊ ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിസൈൻ പാറ്റേൺ ആണ് പേജ് ഫാക്ടറി. ഓക്കെ, ക്ലിയർ ആണോ? പേജ് ഫാക്ടറി എന്താന്ന് ക്ലിയർ ആണോ 3 പേർക്കും? അപ്പൊ ആ പേജ് ഫാക്ടറി നമുക്ക് ഡയറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല പൈത്തണില്. പേജ് ഫാക്ടറി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസി ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ, ലേസി ലോഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് പേജ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് അതിൽ ഫൈൻഡ് എന്നൊരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ലോഗിൻ പേജിലേക്ക് തിരിച്ചു വരാം. ലോഗിൻ പേജിലേക്ക് വന്നേടാ ഗോപിക. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ഡ്രൈവർ, അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യൂ. ഗോപികയുടെ സ്ക്രീൻ പോയോ? ഇല്ല. നമ്മളുടെ കൺസ്ട്രക്ടർ തുടങ്ങുന്നതിന് മുൻപ് ടൈപ്പ് ചെയ്തേടാ യൂസർ നെയിം ഈക്വൽസ് അതില് നമ്മൾ ബൈ ഡോട്ട് എക്സ്പാത്ത് കോമ ഇൻപുട്ട് പ്ലേസ് ഹോൾഡർ ആ ഒരു വാല്യൂ അത് മാത്രം കോപ്പി എടുത്തേ. യൂസർ നെയിമിന്റെ ലൈൻ നമ്പർ 13 കിടക്കുന്ന ബൈ ഡോട്ട് എക്സ്പാത്ത് കോമ ഇൻപുട്ട് അത് മാത്രം ഒന്ന് കോപ്പി എടുത്തേടാ. ഇവിടെ വരെയോ? എൻ്റർ ആയിട്ട്, അതായത് എക്സ്പാത്ത് വരെ ലാസ്റ്റ്. ഫുൾ എക്സ്പാത്ത്. ഓക്കേ, കോപ്പി എടുത്തോ. ഇനി അതിനെ ഒരു ബ്രാക്കറ്റ്സിൽ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേ. യെസ്, കറക്റ്റ്. ബ്രാക്കറ്റ്സ് വേണമായിരുന്നു അല്ലേ? വിത്തിൻ ബ്രാക്കറ്റ്സ് അത് കൊണ്ടുവന്ന് ഇടുക. ഓക്കെ, ഇനി ലൈൻ നമ്പർ 13 തിരിച്ചു വന്നേ. അതായത് യൂസർ നെയിം ഈക്വൽ സെൽഫ് ഡോട്ട് ഡ്രൈവർ ഫൈൻഡ് എലമെന്റ് ആ ലൈനിലേക്ക്.
ടൈപ്പ് ചെയ്തോളൂ അവിടെ self.driver.find element റിമൂവ് ചെയ്യാം. self.driver.find element ഉള്ള റിമൂവ് ചെയ്തേക്കൂ. ഓക്കെ. അവിടെ നിന്നിട്ടുള്ള റിമൂവ് ചെയ്തേക്കൂ. self.driver.find എന്ന് കൊടുക്കുക അവിടെ. self.driver അല്ല self.find. self.driver ഒഴിവാക്കുക, self.find കൊടുക്കുക. ബ്രാക്കറ്റ്സില് self.username. അവിടെ യൂസർ വേണമെങ്കിൽ അവിടെ യൂസർ നെയിം വാല്യൂ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലേ. യൂസർ നെയിം എന്നുള്ളത് വേണമെങ്കിൽ ക്യാപ്സ് ആക്കി കൊടുത്തോളൂ. മുകളില് ലൈൻ നമ്പർ 7 ക്യാപ്സ് ആക്കി കൊടുത്തോളൂ. യൂസർ നെയിമിന്റെ എല്ലാം എന്തോ മതി. ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. ഇവിടെ മാറ്റണ്ടേ? അവിടെ മാറ്റാം. ഇനി ഒരു വട്ടം കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ലോഗിന്റെ വാലിഡ് ലോഗിൻ മാത്രം, ലോഗിൻ ടെസ്റ്റിലെ വാലിഡ് ലോഗിൻ മാത്രം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ, എറേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ടെസ്റ്റ് ന്യൂസ് സോറി ടെസ്റ്റ് ലോഗ് അത് മാത്രം എക്സിക്യൂട്ട് ചെയ്തു. ഇത് മാത്രം. തവണ വാല്യൂ ഫെച്ച് ആവുന്നുണ്ടോ റീഡ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ആവുന്നുണ്ട്. സോ ആ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റേഷൻസ് കഴിഞ്ഞ ശേഷവും ഇഷ്യൂസ് ഇല്ല അല്ലേ? ലോഗിൻ ആയി. റിസൾട്ട് എങ്ങനെയാ വരാ? നമ്മുടെ നോർമൽ റിസൾട്ട് പോലെ തന്നെ. നോർമലി നമ്മളുടെ ഇത് ക്രോസ് ബ്രൗസർ അല്ലായിരുന്നോ? അപ്പൊ 3 എക്സിക്യൂട്ട് ആവും. ഫയർഫോക്സ് എഡ്ജ് എക്സിക്യൂട്ട് ആയതിനു ശേഷം 3/3 1 of 3. ഇപ്പൊ നമ്മൾ ഈ പേജ് ഫാക്ടറി യൂസ് ചെയ്ത് ഇത് 3ഉം ക്രോസ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. എക്സിക്യൂട്ട് ചെയ്യുന്നു. കറക്റ്റ്. ഓക്കെ. പേജ് ഫാക്ടറി എനിക്ക് മനസ്സിലായി. നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് ഒരു എന്താ പറയാ, നമ്മൾ ശരിക്കും ലൊക്കേറ്ററിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചിട്ട് വിളിക്കുക ചെയ്യാം. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ചെയ്തേക്കുന്നത് നിരഞ്ജന, ഞാനിപ്പോ വരാം, ഒരു 1 minute. ഓക്കെ. അക്ഷര ചോദിച്ചോ. ഈ ബേസ് പേജിന് നമ്മൾ ശരിക്കും എന്താ ഇത് ചെയ്യുന്നത്? ലേസി ലോഡ് എലമെന്റ് ഇത് എന്തിനാ ശരിക്കും ചെയ്യുന്നത്? ഈ ലേസി ലോഡ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ലേസി ലോഡ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എന്താ പറയാ, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി, അതായത് വൺസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ലോഡ് ചെയ്യാതെ സേവ് ചെയ്ത് വെക്കാനുള്ള കൺസെപ്റ്റ് ആണ്. മനസ്സിലായോ? വൺസ് ലോഡ് ഞാൻ ആ എലമെന്റിനെ സേവ് ചെയ്ത് വെക്കുകയാണ്. സോ ദാറ്റ് അതിന് ആക്സസിബിലിറ്റി ഉള്ളിടത്തെല്ലാം ഞാൻ കോമൺലി അത് യൂസ് ചെയ്യാം. മനസ്സിലായോ? അതിന് പറയുന്ന ടേം ആണ് ലേസി ലോഡിങ് എന്നുള്ളത്. നോർമലി ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് നോട്ട്സിൽ തന്നത്. അല്ല, അപ്പൊ ഇത് നമ്മുടെ ഫംഗ്ഷനാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോ ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വാലിഡ് ടെസ്റ്റ് ലോഗിൻ, ഇൻവാലിഡ് ടെസ്റ്റ് ലോഗിൻ. ഈ വാലിഡ് ടെസ്റ്റ് ലോഗിന് ഇൻവാലിഡ് ടെസ്റ്റ് ലോഗിന് നമ്മള് സെയിം URL ആണ് ലോഡ് ചെയ്യുന്നത്. അതെ, ലോഗിൻ പേജിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ എന്താ പറയാ, ലേസി ലോഡ് എലമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അതിനെന്താ ഒരു ചേഞ്ച് സംഭവിക്കുക? ചേഞ്ച് എന്താന്ന് വെച്ചാല്, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതില് ഇപ്പൊ യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡിനെ അഗൈൻ നിങ്ങൾക്ക് സെയിം ലോഗിൻ പേജിൽ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ എക്സിക്യൂഷൻ ടൈം കുറയും. ബിക്കോസ് വൺസ് ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? വൺസ് ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുമ്പോഴത്തെ ബെനിഫിറ്റ് എന്താ, പിന്നെ അഗൈൻ അതിനെ ലോഡ് ചെയ്യാനുള്ള ടൈം എടുക്കുന്നില്ല. അത് മില്ലി സെക്കൻഡ്സിൽ നടക്കുന്ന കാര്യമാണ്. നമുക്ക് നോട്ടീസബിൾ ആയിരിക്കത്തില്ല, പക്ഷെ പെർഫോമൻസിൽ അത് ഇമ്പാക്ട് ചെയ്യും. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഞാൻ വാലിഡ് ലോഗിനില് എനിക്കൊരു തവണ ബ്രൗസറിനെ നമ്മളെ ഇൻവോക്ക് ചെയ്ത് ആ എന്താ പറയാ URL ലോഡ് ചെയ്ത് ആ പേജിലേക്ക് വന്ന് ഞാൻ അവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു.
ഇൻവാലിഡ് ലോഗിൻ വരുമ്പോഴും ഞാൻ ഇത് തന്നെയാ ചെയ്യാ. ഒരു യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്യാൻ പോകും. അതെ അപ്പൊ ഈ ലോഡ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് ഇപ്പൊ ഞാൻ 2 തവണ ആ ഒരു ലോഡിങ് ഏതെങ്കിലും കുറയോ അങ്ങനെ എന്തെങ്കിലും അതെ അതെ സംഭവിച്ചോ? അതെ അതെ അതായത് 2 തവണ ലോഡ് ചെയ്യുന്നത് കുറയും. ലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് യൂസർ ഇന്റർഫേസിൽ ലോഡായി വരുന്ന പോലെ തന്നെ ഉണ്ടാവുക. ഓക്കെ. മനസ്സിലായോ? യൂസർ ഇന്റർഫേസിൽ നമുക്ക് ചേഞ്ച് കാണില്ല. യൂസർ ഓക്കെ. ഇന്റർഫേസിൽ ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് യൂഷ്വലി പെർഫോം ചെയ്യുന്ന പോലെ ഉണ്ടാവത്തുള്ളൂ. ഇതിന്റെ എഫക്റ്റ് എവിടെയാ വരുന്നത്? നമ്മളുടെ ബാക്ക് എൻഡിലാണ് ഇതിന്റെ എഫക്റ്റ് വരുന്നുണ്ടാവുക. ബാക്ക് എൻഡിൽ എഫക്റ്റ് വരിക എന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണയും പോയിട്ട് നമ്മൾ ഇതിനെ ഇപ്പൊ ഫൈൻഡ് ചെയ്യണ്ടെന്നാണോ എന്ന് പറഞ്ഞാൽ അതെ എല്ലാ തവണയും നമ്മൾ പോയി ഫൈൻഡ് എലമെന്റ് ചെയ്യണ്ട. ഒറ്റ തവണ ഫൈൻഡ് എലമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ സ്റ്റോർഡ് ആണ്. ആ സെഷനിൽ എപ്പോ വേണമെങ്കിലും എനിക്ക് അതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? സോ അതിന് വേണ്ടിയിട്ടാണ് പേജ് ഫാക്ടറി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ലോഗിൻ പേജിലല്ല ടെസ്റ്റ് ലോഗിൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ അടുത്ത ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ടെസ്റ്റ് വാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ. അതിന് യൂസർ നെയിം എനിക്ക് പാസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഞാൻ ആ യൂസർ നെയിം എന്നുള്ളത് ഡയറക്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണോ പറയുന്നത്? എവിടെ ടെസ്റ്റിലോ? ടെസ്റ്റിലല്ല, ലോഗിൻ പേജില്. അതെ പേജിൽ നമ്മൾ ഒറ്റ തവണയല്ലേ ചെയ്യുന്നുള്ളൂ. എന്റെ പാസ്വേഡ് ഓക്കെ. അത് പല തവണ ലോഡ് ആവാതെ സിംഗിൾ ലോഡേ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഈ ലോഗിൻ പേജിനെ നമ്മൾ എത്ര തവണ ആക്സസ് ചെയ്താലും ശരി ഒറ്റ തവണ ലോഡ് ആവത്തുള്ളൂ. ഒറ്റ തവണ ലോഡ് ആകുമ്പോഴത്തെ ബെനിഫിറ്റ് എന്താ? നമുക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് കുറയും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതേപോലെ പാസ്വേഡ് ഞാൻ ചെയ്തു നോക്കിക്കേ. അക്ഷര വേണമെങ്കിൽ ഷെയർ ചെയ്തോളൂ. അക്ഷയ് മറ്റേ പേജ് ഒബ്ജക്ട് മോഡിൽ കംപ്ലീറ്റ് ചെയ്യാട്ടോ നാളേക്ക്. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാ. എന്നിട്ട് ഇന്നത്തെ റെക്കോർഡിങ്സ് വെച്ചിട്ട് പേജ് ഫാക്ടറി ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ. നിരഞ്ജന നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടോ? ചെയ്യാനുണ്ട്. യെസ് ചെയ്യാനുണ്ട്. ഞാൻ അത് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പറയുമായിരുന്നു. പാസ്വേഡ് ഈക്വൽസ് ഇത് നമ്മളിപ്പോ യൂസർ നെയിമിന് ചെയ്ത പോലെ പാസ്വേഡിനും സൈൻ ഇന്നും ചെയ്തേ ഗോപിക. ഓക്കെ ഒരു മിനിറ്റ്. ഇപ്പൊ നമ്മള് യൂസർ നെയിമിനാ ചെയ്തത് അല്ലേ? ന്യൂസ് പേജ് സോറി ലോഗിൻ പേജ് തെറ്റി പറഞ്ഞോ. ലോഗിൻ പേജ്. നെക്സ്റ്റ് ഏതാണ്? പാസ്വേഡ്. എന്റർ പാസ്വേഡ്. എന്റർ പാസ്വേഡിൽ പാസ്വേഡിന്റെ ലൊക്കേറ്റർ എടുത്തോടാ. സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റിൽ ബൈ ഡോട്ട് എക്സ്പാത്ത് തൊട്ട് എടുത്താൽ മതി. ആ ബ്രാക്കറ്റ്സ് തൊട്ട് എടുക്കുക. എന്നിട്ട് അത് എന്തായിരുന്നു? ഇത് കഴിഞ്ഞിട്ട് അല്ലേ? അല്ല, നെക്സ്റ്റ് ലൈനിൽ പാസ്വേഡ് ഈക്വൽ യൂസർ നെയിമിന്റെ താഴെ ഓക്കെ 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 ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ പാസ്വേഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിട്ട് മാറ്റണം. ക്യാപിറ്റൽ പി. സെൽഫ് ഡോട്ട് പാസ്വേഡ് അല്ലേ? ഇവിടെ വരെ സെൽഫ് ഡ്രൈവർ. എനിക്കൊരു കോള് വന്നതാണ്. ഞാൻ വേറെ എന്തെങ്കിലും മിസ് ചെയ്തോ? ഇത് മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഇവിടെ ഒരു ഡൗട്ട് ചോദിച്ചതേ ഉള്ളൂ. ഒന്നും മിസ് ആയിട്ടില്ല. ബാക്കി റെക്കോർഡിംഗ്സും കിട്ടും. അത് വെച്ചിട്ട് നോക്കിയാൽ മതി. അതെന്താ? നമ്മൾ പാസ്വേഡ് ഓൾറെഡി ഇതാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ശരിക്കും ഒരു ഡൗട്ട് ചെയ്യണം. നമ്മൾ ശരിക്കും ഈ ലൊക്കേറ്റേഴ്സ് എന്ന് തന്നെ പറഞ്ഞിട്ടെ ഒരു പേജ് മീൻസ് ഒരു PY ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എല്ലാ ലൊക്കേറ്റേഴ്സും വെച്ച് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ വയ്യേ? അങ്ങനെ എടുക്കുന്നത് പൊതുവെ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് ഓരോ പേജും ലോഡ് ചെയ്യുന്നത് ഓരോ ടൈമിലല്ലേ. അതായത് നമ്മളിപ്പോ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാം പാടെ കൊടുത്തു.
അതായത് ഇപ്പൊ അക്ഷര ചോദിക്കുന്നത് നമ്മളിപ്പോ ഡിഫറെന്റ് ലോഗിൻ പേജ്, ഹോം പേജ് ഒരു സിംഗിൾ പേജ് ക്ലാസ്സിലെല്ലാം കൂടെ കൊടുത്താൽ പോരെന്നല്ലേ? അങ്ങനെ കൊടുക്കുമ്പോ വരുന്നൊരു ഇഷ്യൂ എന്താ അറിയോ? അതായത് ഇങ്ങനെ വരുമ്പോ ഒരു ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം സംഭവിക്കും. അതായത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയിനിങ് ചെയ്യും. ഓക്കെ, ചെയിനിങ് ആയി പ്രോസസ് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പൊ ചെയിനിങ് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ചെയിനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രശ്നം വരും. എന്താ വെച്ചാൽ ഒരു അതായത് നമ്മൾ സർക്കുലർ ഇമ്പോർട്ട്സ് എന്നാണ് പറയാ. എന്ന് വെച്ചാ ലോഗിൻ പേജിന്റെ അകത്ത് ഹോം പേജ് ഇമ്പോർട്ട് ചെയ്തു, ഹോം പേജിന്റെ അകത്ത് ലോഗിൻ പേജും ഇമ്പോർട്ട് ചെയ്തു. മനസ്സിലായോ? അങ്ങനെ വരുന്നതിനെയാണ് സർക്കുലർ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലർ ഇമ്പോർട്ട്സിന്റെ ഇഷ്യൂ നമ്മൾക്ക് പേജ് ക്ലാസ്സിൽ വരും. അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. അത് ചെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. അത് നമുക്കിനി ഫർദർ എടുക്കാനുള്ള ടോപ്പിക്കാണ്. ഇതേപോലെ നെക്സ്റ്റിനും ചെയ്തേടാ, സൈൻ ഇൻ ബട്ടണിനും ചെയ്തേ. സെയിം വേ നമ്മളുടെ ബാക്കി എല്ലാ പേജ് ക്ലാസ്സസിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഹോം പേജ്, ന്യൂസ് പേജ്, അഡ്മിൻ പേജ്. ഗോപിയയ്ക്ക് അതിൽ അഡ്മിൻ പേജ് ചെയ്യാനുണ്ട്, അതും ചെയ്യണം കേട്ടോ. പേജ് ഒബ്ജക്റ്റ് മോഡൽ അല്ലേ? പേജ് ഒബ്ജക്റ്റ് മോഡൽ. ഇത്രയും ടോപ്പിക്സ് കവർ ആയില്ല അന്ന് തേഴ്സ്ഡേ. ഏതാ നമുക്ക് പേജ് ഒബ്ജക്റ്റ് മോഡൽ ആണെന്ന് കവർ ആയിട്ടുണ്ടായിരുന്നത് തേഴ്സ്ഡേ അന്നത്തെ ദിവസം. പേജ് ഒബ്ജക്റ്റ് മോഡൽ ഒരെണ്ണം പറഞ്ഞു, പിന്നെ ബാക്കിയുള്ളതിനെ ചെയ്യിക്കുകയാണ് ചെയ്തത് നമ്മള്. ആണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അന്ന് കംപ്ലീറ്റ് ചെയ്താ. ഇനി നമ്മളുടെ ലോഗിൻ പേജിൽ വേറെ ഏതെങ്കിലും ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി ഇഷ്യൂ ഉണ്ടോന്ന്. ടെസ്റ്റ് ലോഗിനില് ടെസ്റ്റ് ലോഗിനിലൊക്കെ ഇൻവാലിഡ് ആണോ? ഇൻവാലിഡ് റൺ ചെയ്തോ? അതാകുമ്പോ ഒരു തവണ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. Okay. One passed. അക്ഷര മറ്റേ വാലിഡ് ലോഗിനാണ് പെർഫോം ചെയ്യുന്നത്. ഞാൻ വാലിഡ് ലോഗിൻ നോക്കിച്ചു നോക്കിയതാ. എക്സിക്യൂട്ട് ആവുന്നുണ്ട്, ഇഷ്യൂ ഇല്ല അല്ലെ ലോഗിന്റെ ഒന്നിനും. ഇനി നെക്സ്റ്റ് എന്ത് ഇതുപോലെ ഹോം പേജിൽ ചെയ്യണം, അഡ്മിൻ പേജിൽ ചെയ്യണം, ന്യൂസ് പേജിൽ ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? നമ്മളുടെ പേജ് ക്ലാസ്സസ്, ഹോം പേജ്, ന്യൂസ് പേജ്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഗോപിയുടെ ന്യൂസ് പേജ് ഉണ്ട്. ന്യൂസ് പേജ് ഇപ്പൊ ചെയ്തത് ലോഗിൻ പേജിലല്ല, അതുപോലെ ഹോമിലും ന്യൂസിലും ചെയ്യണം. ന്യൂസിലും പിന്നെ അഡ്മിന്റെ ഫോം ചെയ്തിട്ട് അതിലും ചെയ്യണം. അഡ്മിന്റെ പേജ് ഒബ്ജക്റ്റ് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യണം. രാവിലെ തുടക്കത്തിൽ പറഞ്ഞത് അത് ചെയ്തിട്ട് അതിലും ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ ചെയ്യണം? നമ്മള് സൂപ്പർ ഡോട്ട് ഇനിറ്റ് വിളിക്കണം, നമ്മൾ ഇതുപോലെ ഗ്ലോബലി ഡിക്ലെയർ ചെയ്യണം, ദെൻ സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വിളിക്കണം. ഈ സൂപ്പർ ഡോട്ട് ഇനിറ്റ് മാത്രം വിളിച്ചാൽ പോരെ? അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ ഡോട്ട് ഇനിറ്റ് വിളിക്കണം, ബേസ് പേജിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ബേസ് പേജിനെ എക്സ്റ്റെൻഡ് ചെയ്യണം, പിന്നെ വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യണം.
ക്രിയേറ്റ് ചെയ്യണം. യെസ്. എന്നിട്ട് അതിനെ നമ്മൾക്ക് ഡോട്ട് ഫൈൻഡിന് പകരം വിളിക്കണം. ആരോ വന്നു, ഞാൻ നോക്കട്ടെ. നിരഞ്ജൻ, ഈ ഹോം പേജും ന്യൂസ് പേജും നമ്മൾ പേജ് ഫാക്ടർ അല്ലേ എന്നുള്ള ടോപ്പിക്? പേജ് ഫാക്ടർ ചെയ്യണം. പേജ് ഫാക്ടറി. പേജ് ഫാക്ടറി. പിന്നെ പിന്നെ എനിക്ക് മാത്രം മറ്റേ അഡ്മിന്റെ ചെയ്യാൻ ഒബ്ജക്ട് മോഡൽ ഇത് എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും മറന്നു പോകുന്നല്ലേ? അത് സാരമില്ല. നല്ല മറവിയാണ്, അല്ല നല്ല ഓർമ്മയാണ് ഇപ്പൊ എല്ലാത്തിനും. അതെല്ലാവരുടെയും കാര്യം കണക്കാടോ. ഞാനും അതെ. ഞാൻ നിങ്ങളുടെ സെഷൻ കഴിഞ്ഞാൽ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെക്കൽ തന്നെയാ. നമ്മള് വിട്ടുപോടാ. നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് നിൽക്കുന്നില്ലല്ലോ. അതെ വരുന്നതാണത്. ഓക്കെ, ഞാൻ ചെയ്യാട്ടോ, ചെയ്തേക്കാം. ശരി, അപ്പൊ എന്നാ ലീവ് ചെയ്യട്ടെ. ലീവ് ചെയ്തോടാ. യെസ്, ലീവ് ചെയ്തോ. ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. താങ്ക് യു. ബൈ. ഓക്കെ ബൈ. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാതാ മതിയേ.